പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷോട്ട്സ്. ലവ്ലി ഷോട്ട്സിൻ്റെ LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? അതായത് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായ തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായ തേജസ് സർവീസ് നടത്തുന്നത്. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ഓപ്ഷൻ സി ആണ്, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആരാണ്? രണ്ടിൻ്റെ ആൻസർ എ ആണ്, ജെയിംസ് പീബിൾസ്. ജെയിംസ് പീബിൾസിനാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത്. 2023 എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് ജേതാവാണ് ക്ലാഡിയ ഗോൾഡിൻ. അമേരിക്കൻ എക്കണോമിസ്റ്റായ ക്ലാഡിയ ഗോൾഡിനാണ് 2023 എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. ക്ലാഡിയ ഗോൾഡിൻ എന്ന അമേരിക്കൻ എക്കണോമിസ്റ്റിനാണ് 2023 നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നതെന്ന്? കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2020 ജനുവരി 1. 2020 ജനുവരി 1 കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 8. നിലവിൽ ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 8. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം? 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കറിനാണ് 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. 2023 ലയണൽ മെസ്സിക്കാണ് ലോറസ് സ്പോർട്സ്മാൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ലയണൽ മെസ്സിക്കാണ് 2023 ലോറസ് സ്പോർട്സ്മാൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2020 ഇന്ത്യൻ ക്രിക്കറ്ററായ സച്ചിൻ തെണ്ടുൽക്കറിനാണ് 2023 അർജൻറ്റീനിയൻ ഫുട്ബോളറായ ലയണൽ മെസ്സിക്കാണ് ലോറസ് സ്പോർട്സ്മാൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമരാവതി. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ആൻസർ അമരാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ചത് വുഹാൻ നഗരത്തിലാണ്, ചൈനയിലെ. അത് ചൈനയിലെ ഏത് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹ്യൂബേ. ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് വുഹാൻ നഗരം. ഹ്യൂബേ ചൈനയിലെ ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഹ്യൂബേ.
അപ്പോൾ ക്വസ്റ്റ്യൻ, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബെ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് വുഹാൻ നഗരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആര്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആൻസർ ഓപ്ഷൻ ബി ആണ് സന്ന മറീൻ. സന്ന മറീനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഫിൻലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഫിൻലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായ സന്ന മറീനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സന്ന മറീൻ. ഫിൻലാൻഡാണ് രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ സ്മരണക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ആരുടെ സ്മരണക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ് ആനന്ദ്. ആനന്ദിനാണ് 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനാണ് ലഭിച്ചിരിക്കുന്നത്. എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതു, 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ്. എസ് കെ വസന്തൻ, 2022 സേതു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്? 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ബി ആണ് ഗഗൻയാൻ. ഗഗൻയാൻ എന്ന ബഹിരാകാശ പദ്ധതിയാണ് 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുണ്ടായിരുന്ന പദ്ധതി. ഗഗൻയാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഗഗൻയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജി കാർത്തികേയൻ. ജി കാർത്തികേയനാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി. ഓപ്ഷൻ ഡി ജി കാർത്തികേയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിൽ എത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം? ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 62. 62 സീറ്റുകളാണ് ഡൽഹിയിൽ 3ാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം. 62. ഓപ്ഷൻ എ ആണ് 62. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ മന്ത്രി ആര്? 2019 മെയ് 30 ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റത്. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. അതായത് ഡോക്ടർ എസ് ജയശങ്കർ. ഡോക്ടർ എസ് ജയശങ്കറാണ് നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെയും വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്നെയാണ്. ഡോക്ടർ
സുബ്രഹ്മണ്യം ജയശങ്കർ അല്ലെങ്കിൽ ഡോക്ടർ എസ് ജയശങ്കർ. ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ LPSA പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ 15 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. മറ്റു ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.